Hi friends, welcome to Happy Delicious Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കീമ പാവ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്: സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുക്കുക, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. തക്കാളി ഒരെണ്ണം നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ക്യാപ്സിക്കം, ഞാനിവിടെ പകുതി ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില, 2 പീസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത്, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ബട്ടർ, ഞാനിവിടെ മിൽമ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ബ്രെഡ്, ഓയിൽ, ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് വെള്ളം. ആദ്യം തന്നെ ചിക്കൻ ഇതുപോലെ അരച്ചെടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ശേഷം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ സവാള നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിക്കുക. ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. മസാലയും ചിക്കനും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമ്മുടെ കീമാ പാവിൻ്റെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് അടച്ചു വെക്കാം. ശേഷം ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോൾ ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ഇനി ബ്രെഡ് എല്ലാ സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തും ബട്ടർ തേച്ച് കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാല നിറച്ചു കൊടുക്കാം. ബ്രെഡിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ നന്നായിട്ട് മസാല നിറച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കീമാ പാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Happy delicious kitchen.